ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡൗട്ട് ക്ലിയറിംഗ് സെഷനാണ്. സെക്രട്ടേറിയറ്റ് ഒ എ വേഴ്സസ് LGS. ലാസ്റ്റ് 4 to 5 ഡേയ്സ് മുന്നേ എൻ്റെ ചാനലിൽ സെക്രട്ടേറിയറ്റ് ഒ എ റിലേറ്റഡ് 55 ഡേയ്സ് സ്റ്റഡി ചാലഞ്ച് ഞാൻ അപ്ലോഡ് ചെയ്ത സമയത്ത് അതിൻ്റെ വീഡിയോയിലാണെങ്കിലും ഷോർട്സിലാണെങ്കിലും കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ പോസ്റ്റ് എന്താണ്, എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കഴിഞ്ഞോ, സിലബസ്, എക്സാം ഡീറ്റെയിൽസ്, കാര്യങ്ങൾ. സെക്രട്ടേറിയറ്റ് ഒ എ എന്ന് പറയുന്നത് 10th ലെവൽ എക്സാം ആണ്. അപ്പോൾ അതുകൊണ്ട് LGSും ഇതും സെയിം തന്നെയല്ലേ, LGSന് ഒരു എക്സാം അല്ലേ ഉള്ളൂ, അപ്പോൾ ഇതിനും ഒരു എക്സാം അല്ലേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാർ ഡൗട്ട്സും അതുപോലെ തന്നെ അവരുടെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മാക്സിമം ഓൾമോസ്റ്റ് എല്ലാത്തിനും തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കാൻ ട്രൈ ചെയ്തിട്ടുമുണ്ട്. ബട്ട് സ്റ്റിൽ പിന്നെയും ആൾക്കാർ ചോദിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നി ഒരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പം ഇനി അറിയാത്തവർക്കും കൂടെ ക്ലാരിറ്റി കിട്ടുമല്ലോ. പിന്നെ അതുപോലെ തന്നെ സിലബസും കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റ് ഒ എ റിലേറ്റഡ് എല്ലാ ക്വയറീസിനുള്ള ഡൗട്ടും ഓൾമോസ്റ്റ് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കഴിഞ്ഞിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാനത് കമൻറ്റ് സെക്ഷനിൽ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതിനു മുന്നേ LGSനെ കുറിച്ചൊരു കാര്യം പറയാനില്ല. വേരിയസ് LGS എന്ന് പറയുന്ന എക്സാം ഒരൊറ്റ എക്സാം ആയിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ ഡേറ്റ്സ് ഓൾറെഡി ഔട്ടാണ്, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബാക്കി കുറച്ച് ജില്ലകളുടെ ഡേറ്റ്സും കൂടി വരാനുണ്ട്. അപ്പോൾ ഡിസംബർ ആകുമ്പോഴത്തേക്ക് LGS എക്സാം കഴിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് 10th ലെവലിൽ വരുന്ന എക്സാമാണ് ഈ സെക്രട്ടേറിയറ്റ് ഒ എ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഒരു ഡൗട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത് LGSും സെക്രട്ടേറിയറ്റ് ഒയും രണ്ടും 10th ലെവൽ എക്സാം ആയതുകൊണ്ട് LGSന് ഒരൊറ്റ എക്സാം അല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് ഒയ്ക്കും ഒരു എക്സാം അല്ലേ ഉള്ളൂ, 10th പ്രിലിംസ് ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നില്ലല്ലോ എന്നുള്ളതായിരുന്നു. അപ്പം ആ ഒരു കാര്യം ഇപ്പം തന്നെ ക്ലിയർ ചെയ്തോളൂ. സെക്രട്ടേറിയറ്റ് ഒ എന്ന് പറയുന്ന എക്സാം 2 സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്. 10th പ്രിലിംസ് പ്ലസ് മെയിൻസ്. GSന് ഒരൊറ്റ എക്സാം മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾ സെക്രട്ടേറിയറ്റ് ഒയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി വീഡിയോ കണ്ടാൽ മതിയാവും. കാറ്റഗറി നമ്പർ 587/2023 സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന ഈ ഒരു എക്സാം നമ്മൾ എഴുതി ക്വാളിഫൈ ആവുകയാണെങ്കിൽ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ്, ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, ഇത്രയും സ്ഥാപനങ്ങളിലാണ് നമുക്ക് പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുന്നത്. ഇതിനൊരു സാലറി സ്കെയിൽ എന്ന് പറയുന്നത് 23,000 തൊട്ടിട്ട് 50,000 വരെയാണ്. അപ്പം നമുക്ക് അറിയുന്നത് പോലെ തന്നെ യൂഷ്വലി എല്ലാ 10th ലെവൽ എക്സാംസും ഡിഗ്രി പ്ലസ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ലാബ് അസിസ്റ്റന്റ്, അതുപോലെ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ്, അങ്ങനെ കുറച്ച് പോസ്റ്റുകൾ മാത്രമേ ലാസ്റ്റ് ഗ്രേഡ് ലെവൽ ആണെങ്കിൽ പോലും ഡിഗ്രി പ്ലസ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഒരു പോസ്റ്റ് ആയിരുന്നു ഈ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്നത്. അതിന്റെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഒക്കെ ഓൾറെഡി ക്ലോസ്ഡ് ആണ്. കുറച്ച് ആൾക്കാർ ആ ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു, അതാണ് ഞാനിവിടെ പറഞ്ഞത്. ഇനി നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് ഈഗർലി വെയിറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 സ്റ്റേജസ് ആയിട്ടാണ് എക്സാം നടക്കുന്നത്, പ്രിലിംസ് പ്ലസ് മെയിൻസ്. നമുക്കറിയാം പ്രിലിംസ് എക്സാം നടക്കുമ്പോൾ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് പ്രിലിംസ് യൂഷ്വലി കണ്ടക്ട് ചെയ്യാറില്ല. ഈ കഴിഞ്ഞ ഡിഗ്രി ലെവൽ പ്രിലിംസ് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, അത് SIക്കും പിന്നെ അതുപോലെ തന്നെ LSCS ഒരു സിംഗിൾ പ്രിലിംസ്, പിന്നെ മെയിൻസ് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെയാണ് നടക്കാറ് യൂഷ്വലി. സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റും അതുപോലെ തന്നെയാണ്. കുറച്ചധികം പോസ്റ്റുകളിലേക്ക്, കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 5 പോസ്റ്റുകളിലേക്ക് ഒരു കോമൺ പ്രിലിമിനറി എക്സാം എന്നുള്ള രീതിയിലാണ് നടക്കുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണ് പോസ്റ്റുകൾ എന്നുള്ള ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ കാണുന്നത് പോലെ തന്നെ കാറ്റഗറി നമ്പർ 134/2023 പോസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ സ്റ്റോർ കീപ്പർ ആണ്. ഡിപ്പാർട്ട്മെന്റ് സ്റ്റേറ്റ്, കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് 259/2023 സ്റ്റോർ കീപ്പർ തന്നെയാണ് പോസ്റ്റ്, കേരള സ്റ്റേറ്റ് ഫിലിം ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ അടുത്ത പ്രിന്റ് ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള അസിസ്റ്റന്റ് ടൈം കീപ്പർ എന്ന് പറയുന്ന പോസ്റ്റാണ്, കാറ്റഗറി നമ്പർ 446/2023. പിന്നെ 447/2023 ലബോറട്ടറി അസിസ്റ്റന്റ്. ഇതൊരുവിധം എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള പോസ്റ്റ് തന്നെയാണ്. ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. പിന്നെ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന 587/2023 എന്ന് പറഞ്ഞ സെക്രട്ടേറിയറ്റ് ഒ എന്ന് പറയുന്ന പോസ്റ്റ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് എടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 സ്റ്റേജസ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡേറ്റ്സ് എപ്പോഴൊക്കെയാണെന്നുള്ളത് അറിയണം. അപ്പോൾ ഓൾറെഡി നമ്മുടെ PSCയുടെ കലണ്ടറിൽ പബ്ലിഷ് ചെയ്ത ഡേറ്റ് പ്രകാരം October 24 to December 24 ആണ് ഡേറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇയർലി കലണ്ടറിൽ. പക്ഷേ നമുക്ക് ഒക്ടോബറിന്റെ മന്ത്ലി കലണ്ടർ വന്ന സമയത്ത് മനസ്സിലായി അതിലില്ലാന്ന്. പിന്നെ അതുപോലെ തന്നെ നവംബറിൽ LGS നടക്കുന്നുണ്ട്. ഇപ്പൊ പ്രസന്റ്ലി LDC നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ LDCയും LGSും ഒക്കെ എഴുതുന്ന ആൾക്കാർ തന്നെയാണ് ഈ 10th പ്രിലിംസും എഴുതാൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് അവരെയും കൂടി കൺസിഡർ ചെയ്തുകൊണ്ട് ഡെഫിനറ്റ്ലി ഈ 2 മന്തിലും പിന്നെ സ്കൂളിന്റെ അവൈലബിലിറ്റിയും കൂടി നോക്കണം. അപ്പൊ എന്തായാലും എക്സാംസ് ഒരു ക്ലാഷ് എന്തായാലും വരില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നവംബർ വരെ എന്തായാലും ഉണ്ടാവില്ല എന്നുള്ളത് ഷുവറാണ്. പിന്നെ വരുന്നത് ഡിസംബർ ആണ്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് എക്സാം എന്തായാലും ഡിസംബറിൽ ഉണ്ടാവും എന്നുള്ളത്. PSC ഓൾമോസ്റ്റ് ഒരു 90% ഈ ഒരു കലണ്ടർ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു 1 മന്തോളം ഒക്കെ മാറും എന്നല്ലാതെ
സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ചില എക്സാംസ് ഒക്കെ നടക്കാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ ഒരു എക്സാമിന് എന്തായാലും പ്രിലിംസും മെയിൻസും ഉണ്ടാവും എന്നുള്ളതും സൈറ്റിൽ ഒഫീഷ്യലി സിലബസ് അടക്കം പബ്ലിഷ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും അതിൽ ആ ഒരു അനുമാനത്തിൽ എത്താൻ പറ്റുന്നുള്ളത് 100% ഗ്യാരണ്ടിയാണ്. അതുപോലെ തന്നെ മെയിൻസ് എക്സാമിൻ്റെ ഡേറ്റ് മാർച്ച് 25-ൻ്റെയും മെയ് 25-ൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ദിവസം നടക്കും. പിന്നെ ഇതിൻ്റെ സിലബസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തായാലും വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആഡ് ചെയ്യും. ഇനി അതെല്ലാം ആഡ് ചെയ്യാൻ ഒരു പ്രൊവിഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ കാണുന്ന പോലെ തന്നെ ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് ഇൻ കേരള, അതായത് GK നമുക്ക് 60 മാർക്സിനാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒരു 10 മാർക്സ് അലോട്ട് ചെയ്തിട്ടുള്ളത് കറണ്ട്. അത് കഴിഞ്ഞ് ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അത് നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം അത്ര വാസ്റ്റ് ടോപ്പിക് ആണെന്നുള്ളത്. അതിർത്തികളും അതിരുകളും, ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ, ഇതിനെയൊക്കെ സംബന്ധിച്ച പ്രാഥമിക അറിവ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതിന് 10 മാർക്കാണ്. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ മാത്രം മതി. ഓവർ ഡെപ്തിലൊന്നും നമ്മൾ പോകേണ്ട. ഡിഗ്രി ലെവൽ എക്സാമിന് പഠിക്കുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒരിക്കലും വിട്ടുപോകരുത്. കാരണം നമ്മൾ ചില സമയത്ത് ഡിഗ്രി റാങ്ക് ഫയലൊക്കെ യൂസ് ചെയ്തിട്ടാണ് പഠിക്കുന്നതെങ്കിൽ ഡെപ്തിൽ അതിനകത്ത് ഉണ്ടാവും, പക്ഷെ ബേസിക് ചില കാര്യങ്ങളൊന്നും അതിനകത്ത് മെൻഷൻ ചെയ്യില്ല. അപ്പം അത് നിങ്ങൾ എന്തായാലും മനസ്സിൽ വെക്കുക. ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പം നമുക്ക് യൂട്യൂബ് വീഡിയോസ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അത് റെഫർ ചെയ്തിട്ട് തന്നെ പഠിച്ചാൽ മതി. പിന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മുന്നേറ്റങ്ങൾ, സാംസ്കാരികമായാലും രാഷ്ട്രീയപരമായ മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, പിന്നെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ബുദ്ധിമുട്ടുകൾ, അതായത് വെല്ലുവിളികൾ, അതൊക്കെയായിരുന്നു അടുത്ത ടോപ്പിക് വരുന്നത്. അതിന് 10 മാർക്കാണ്. പിന്നെ അടുത്തെന്ന് പറയുന്നത് മാർക്ക് സ്കോർ ചെയ്യാൻ കുറച്ച് ഈസി ആയിട്ടുള്ള ഷുവർ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതിനകത്ത് വളരെ സിമ്പിളായിട്ട് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷൻ എന്നിവയെ സംബന്ധിച്ച അറിവുകളും, അതിനും 10 മാർക്കാണ്. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ ആദ്യം തന്നെ പഠിച്ച് കവർ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് 10 മാർക്ക് സുഖമായിട്ട് കിട്ടും. അപ്പം ഇത് SCRT ബേസ് ചെയ്തിട്ട് തന്നെ വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്റ്റഡി പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനകത്ത് ഇപ്പം SCRT ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഞാൻ. കാരണം ഞാൻ പറഞ്ഞല്ലോ 55 ഡേയ്സിനുള്ളിൽ നമ്മൾ പഠിച്ചു തീർക്കുകയാണ്. അപ്പം അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ്. അത് നമ്മൾ പെട്ടെന്ന് കവർ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് SCRTയും കൂടി അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുമ്പം എല്ലാവർക്കും അത് ഡൈജസ്റ്റ് ആവണം എന്നില്ല. അപ്പം അതുകൊണ്ട് SCRT റിവിഷൻ്റെ ടൈം ടേബിൾ ഞാൻ എന്തായാലും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് 10 മാർക്സിന് ഇവിടെ റിനൈസൻസ് എന്നുള്ള ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ, അതിൽ പിന്നിൽ പ്രവർത്തിച്ചവർ, പിന്നെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ, അതായത് റിനൈസൻസ് ലീഡേഴ്സ് ആരൊക്കെ ഇവിടെ തന്നിട്ടുള്ള അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, കുമാരഗുരുദേവൻ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് KP കറുപ്പൻ, പിന്നെ മന്നത്ത് പത്മനാഭൻ. അപ്പം ഈ തന്നിട്ടുള്ള ആൾക്കാർ വളരെ കുറച്ച് ചുരുക്കം കയ്യിൽ എണ്ണാവുന്ന അത്ര ആൾക്കാരേ ഉള്ളൂ. പക്ഷെ നമുക്കറിയാം ഒരു 15ഓളം ആൾക്കാർ മിനിമം നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കണം. പക്ഷേ പ്രിലിംസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ഇന്ന് മാത്രമേ ചോദിക്കുന്നുള്ളത്. ആ പഠിക്കുന്നത് നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം സമയമുണ്ടെങ്കിൽ നമ്മൾ ബാക്കിയും കൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോകാന്നുള്ളതാണ്. പിന്നെ നമുക്ക് സയൻസിനാണ് ബാക്കി 20 മാർക്സ് വരുന്നത്. അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തേ, നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും. നാച്ചുറൽ സയൻസ് എന്ന് പറയുമ്പോൾ ബയോളജി മാത്രം, അതിന് 10 മാർക്കും. അതായത് നമ്മുടെ ബാക്കി ഫിസിക്കൽ സയൻസ് വരുമ്പം അത് ഫിസിക്സും കെമിസ്ട്രിയും കൂടി, അതിന് 10 മാർക്ക്. അപ്പം നാച്ചുറൽ സയൻസിന് മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന് പറയുന്ന ആദ്യ ടോപ്പിക് എന്ന് പറയുന്നത് അതിന് തന്നെ കുറേ മണിക്കൂറുകൾ വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടോപ്പിക്കാണ് നമ്മുടെ സ്റ്റഡി പ്ലാനിൽ. അപ്പം ഞാൻ അതുകൊണ്ടാണ് അത് 4 days ആയിട്ട് ഡിവൈഡ് ചെയ്തതും. പിന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കൺവീനിയൻ്റ് ആയിട്ട് പഠിക്കാം. കാരണം ചില ആൾക്കാർ ഓൾറെഡി രക്തപര്യന വ്യവസ്ഥ പഠിച്ചതായിരിക്കും, ചില ആൾക്കാർക്ക് കോശങ്ങൾ ബൈഹാർട്ടായിരിക്കും, കലകൾ അറിയാമെന്നുണ്ടാവും. അപ്പം നമ്മൾ വേഗം തന്നെ മാക്സിമം 4 ദിവസത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശമാണ്. 4 ദിവസം ആക്കിയതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് കോശത്തിൽ തുടങ്ങി കോശത്തിൻ്റെ വിഭജനം, പിന്നെ അതുപോലെ തന്നെ കോശത്തിൻ്റെ ബാക്കിയുള്ള ബേസിക് ഡീറ്റെയിൽസ്, കോശശ്വസനം, പിന്നെ നമുക്ക് കലകൾ വരുന്നുണ്ട്, പല ടൈപ്പ് കലകൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓരോ ഓർഗൻസ് വരുന്നുണ്ട്, സെൻസ് ഓർഗൻസ് ഉണ്ട്, പിന്നെ ഓരോ സിസ്റ്റംസ് വരുന്നുണ്ട്, സ്കെൽറ്റൽ സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഓരോ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് ഹോർമോൺസ് വരുന്നുണ്ട്, അതിൻ്റെ സെക്രീഷൻസ് പഠിക്കാനുണ്ട്. അപ്പം അത്രയും കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് 4 ദിവസത്തേക്ക് തന്നിട്ടുള്ളത്. 4 ദിവസത്തിനുള്ളിൽ ഒരിക്കലും പഠിച്ച് തീർക്കാൻ പറ്റില്ല. പക്ഷേ നമ്മൾ മാക്സിമം ട്രൈ ചെയ്ത് മാക്സിമം എഫേർട്ട് എടുത്തിട്ട് പഠിക്കുക. പിന്നെ ഒരു കാര്യം മൈൻഡിൽ വെക്കേണ്ടത്, നമ്മൾ ഡിഗ്രി റാങ്ക് ഫയലൊക്കെ റെഫർ ചെയ്ത് പഠിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പം അത്രയും ഡീറ്റെയിൽസിലേക്കൊന്നും ഡെപ്തിലേക്കൊന്നും പോവാതെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ജീവികളും
അപര്യാപ്ത രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇത്രയാണ് ബയോളജി എന്നുള്ള ടോപ്പിക്കിൽ വരുന്നത്. പിന്നെ നമ്മൾ ഫിസിക്കൽ സയൻസിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കെമിസ്ട്രി, ബയോളജി എന്നാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ 5 ടോപ്പിക്ക് കെമിസ്ട്രി, അതിനുശേഷം വരുന്നത് ഫിസിക്സുമാണ്. അപ്പോൾ ആറ്റത്തിന്റെ ഘടനയും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണം, ഹൈഡ്രജനും ഓക്സിജനും ഊർജവും അതിന്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. അപ്പൊ ഇതിനകത്ത് നോക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും സിമ്പിൾ ആണെന്ന്. പക്ഷേ സിമ്പിൾ അല്ല എന്നല്ല, സിമ്പിൾ തന്നെയാണ്. പക്ഷേ നമുക്ക് ഓരോ ടോപ്പിക്കും ചെറിയ കുറച്ച് ഹെഡിങ്സ് ആയിട്ട് തന്നിട്ടുള്ളൂ എങ്കിൽ പോലും അതിന്റെ അണ്ടറിൽ അത്യാവശ്യം വാസ്റ്റായിട്ട് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. പ്രകാശം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്, അതുപോലെ തന്നെ ശബ്ദം എന്ന് പറയുന്നത് വേറെ വലിയൊരു ടോപ്പിക്. അത് രണ്ടും ഒരുമിച്ച് തന്നിട്ടും നമ്മൾ നോക്കുമ്പോൾ ടോപ്പിക്സിന്റെ എണ്ണം കുറവാണ്, പക്ഷെ അതിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലോണം ഉണ്ട്. പിന്നെ നെക്സ്റ്റ് വരുന്നത് മാത്സ് ആണ്. മാത്സിന് 20 മാർക്സ് ആണ്. അതിൽ ലഘുഗണിതവും ഉണ്ട്, സിമ്പിൾ മാത്സും, പിന്നെ അതുപോലെ തന്നെ മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ് ആണ് അടുത്ത സെക്ഷനിൽ. അതിന് 10 മാർക്സ് അങ്ങനെ വരുന്നത്. ലഘുഗണിതം വളരെ സിമ്പിൾ തന്നെയാണ് ഈ തന്നിട്ടുള്ളത്. ഇതിനകത്ത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ടോപ്പിക് എനിക്ക് തോന്നുന്നത് ഒന്ന് ശരാശരി ഉണ്ടാവും, പിന്നെ ലാഭവും നഷ്ടവും. സമയം ദൂരവും വലിയ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം സിമ്പിൾ തന്നെയാണ് നമ്മൾ പഠിച്ചത്. എല്ലാം സിമ്പിൾ തന്നെയാണ്, പക്ഷേ ശരാശരിയും ലാഭവും നഷ്ടവും അത്യാവശ്യം ലെങ്തിയാണ്. പഠിക്കുന്ന സമയത്ത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളതാണ്. ബാക്കിയെല്ലാം സിമ്പിൾ തന്നെയാണ്. മെന്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിൽ വരുന്നത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, അതുപോലെ വയസ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പിന്നെ സ്ഥാനനിർണയം, അത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പം നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് ശ്രേണികളാണ് കുറച്ചധികം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ടോപ്പിക്ക്. ബാക്കി എല്ലാം സിമ്പിളാണ്, പക്ഷേ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ 10 മാർക്സ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഇതിന് താഴെ റെഡ് കളറിൽ ഒരു നോട്ടും കൂടെ തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് ടോപ്പിക്സ് മെൻഷൻ ചെയ്തെങ്കിൽ പോലും PSCക്ക് വേണമെങ്കിൽ പുറത്തുനിന്ന് അവിടുന്ന് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ പുറത്തുനിന്ന് ഇൻ ദ സെൻസ് നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യങ്ങളൊന്നല്ല കേട്ടോ. ഈ ടോപ്പിക്കിന് മെയിൻ ഹെഡിങ് ഇതൊക്കെയാണ് കൊടുത്തെങ്കിലും ഇതിൻ്റെ അണ്ടറിൽ വരുന്ന അല്ലാത്ത ഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഇനി സെൽഫ് സ്റ്റഡി ആണെങ്കിലും ഏതെങ്കിലും ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇനി ഈ പ്ലാൻ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഈ ഒരു 55 ഡേയ്സ് പ്ലാൻ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ആ ഡെയിലി തരുന്ന ടോപ്പിക്ക് പ്രോപ്പറായിട്ട് പഠിക്കുക. പിന്നെ നമുക്ക് അതിന് ശേഷം ഒരു 20 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 1 മന്തോളം നമുക്ക് ടൈം കിട്ടുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ പ്രോപ്പറായിട്ട് റിവിഷനും കൂടെ സ്കെഡ്യൂൾ ചെയ്ത് SCRTയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പ്രിലിംസിലേക്ക് നമ്മൾ സെറ്റാണ്. പിന്നെ വരുന്നത് മെയിൻസ് ആണ്. അപ്പോൾ മെയിൻസിലേക്ക് നമ്മൾ എന്തായാലും ഡിഗ്രി ലെവൽ ഒരു പ്രിപ്പറേഷൻ തന്നെ ഇപ്പോഴത്തെ ഒരു ലെവലിൽ നടത്തിയാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഇത് സ്കോർ ചെയ്യാൻ പറ്റുക. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പം എന്തായാലും എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.